പാറ്റയുടെ കൂടെ കുറവുണ്ട് അത് നീ എന്റെ കഞ്ഞിലിട്ടോണ്ടിരിക്കേ. എടാ കുട്ട, നീ ഉറങ്ങാൻ പോവാണോ? അല്ല തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതി. എടാ കുട്ട, എന്താണ് പൊട്ട? ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വീഴുന്നു ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന മൂത്ത കാന്താരി എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടകാലിട്ട് വീഴ്ത്തിയാൽ മതി, അല്ലെങ്കിൽ പഴത്തുലിട് നടുതലി വീണോളൂ. ഇന്ന് വെള്ളി ചുമക്കും ഉറപ്പാണ്. അതെ, അത് ഞാൻ നേരിട്ട് സബ്മിറ്റ് ചെയ്താണ്. ഞാൻ പണ്ട് ഗർജൻ എന്നൊരു പുസ്തകം എഴുതിയായിരുന്നു. അതിവിടെ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. അതിനുശേഷം ഞാൻ ഇന്ന് ഈ തൊലി എടുത്തു കഴിഞ്ഞാല് അത് ഈ വളർന്നു വരുന്നവർക്ക് ഒരു തടസ്സമായിരിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം എഴുതുന്നില്ല. അവര് വളരട്ടെ. ആ കഥ എഴുതിയതിനു ശേഷമാണ് അച്ഛൻ നാട് വിട്ടത്. അല്ല, അത് ഫാൻസുകാരുണ്ടല്ലോ, അവരവസാനം ഇരിക്കപ്പുറത്ത് വീട്ടിലോട്ട് കിടന്നു കയറി. അതെ, ഗുണ്ടകളൊക്കെ വന്നു തുടങ്ങിയപ്പോ ജീവൻ പേടിച്ച് അച്ഛൻ ഇവിടെ നോക്കി.